പ്രിയമുള്ളവരെ, ഇന്ന് സ്റ്റാൻഡേർഡ് 7-ലെ മാത്സ് ചാപ്റ്റർ 2 അതിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്റർ ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രാക്ഷൻ ഉണ്ട്, അവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്, പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ പാഠത്തിലുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പാഠത്തിൽ വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നിങ്ങൾ നോക്കിക്കേണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3/1/2. നമ്മൾ 3/2 എന്ന് നമ്മൾ പറയും. 3/1/2. സത്യത്തിൽ 3/1/2 നമ്മളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് എഴുതിയാൽ അത് ഇങ്ങനെയാണ്: 3 + 1/2 എന്ന്. 3/1/2 എന്ന് വെച്ചാൽ എന്താണ്? 3 + 1/2 ആണ്. ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 6 കിട്ടത്തില്ലേ? 6 എഴുതി. ദേ ഈ പ്ലസ് കണ്ടോ? ആ പ്ലസ് ഇടുക. ദേ 1 കണ്ടോ? ആ 1 ഇടുക. ഡിവൈഡഡ് ബൈ ദേ 2 കണ്ടോ? ആ 2 എഴുതുക. ക്ലിയർ? അപ്പോൾ 6 + 1/2 എന്ന് കിട്ടി നമുക്ക്. 6 + 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7/2. ക്ലിയർ അല്ലേ? 7/2 ആണ് ആൻസർ. 7/2 എന്ന് വെച്ചാൽ എന്താണ്? 7. 7ൻ്റെ പകുതി എന്നാണ്. 7ൻ്റെ പകുതി തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് 3.5 അല്ലേ? ഇവിടെ 7/2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനടുത്ത് 7ൻ്റെ പകുതി എന്നല്ലേ? 7ൻ്റെ പകുതി എത്രയാണ്? 3.5 അല്ലേ? അപ്പോൾ നമ്മൾ ഈ 3.5 നമ്മൾ 7/2 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് വന്നാൽ അത് 4/1/6 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ 4/1/6 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 + 1/6 എന്നാണ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 4ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 4 × 6 എന്ന് പറയുന്നത് 24. അതിവിടെ എഴുതി. ഇത് ഈ ഒരു പ്ലസ് ചിഹ്നം ഇടുക, ഇട്ടു. ഈ 1 എഴുതുക, ബൈ ഈ 6 എഴുതുക, ഡിനോമിനേറ്റർ 6 എഴുതി. കൂട്ടിക്കഴിഞ്ഞാൽ 24 + 1 എന്ന് പറയുന്നത് 25 ആണ്. ബൈ 6 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ആൻസർ. ഇത് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. ഓക്കെ, നമുക്കിനി 5 3/4 ഒന്ന് നോക്കിയാലോ? ഇത് നമുക്ക് നോക്കിയാലോ? ഇതും എന്താണ്? 5 3/4 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. 5 3/4 എന്ന് പറയുന്നത് 5 + 3/4 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 4 എന്ന് പറയുന്നത് 20 ആണ്. ഇത് ഈ പ്ലസ് ചിഹ്നം ഇടുക, ഇട്ടു. ഈ 3 അല്ലേ? ആ 3 എഴുതുക, ഡിവൈഡഡ് ബൈ ഈ 4 എഴുതുക. 20 + 3 എന്ന് പറയുന്നത് 23 ആണ്. ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത്രയും ഓക്കെ ആയില്ലേ? അപ്പോൾ ഇവയെല്ലാം നമ്മൾ എന്താണ്? അഡീഷനാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഒരു നമ്പറും ഒരു നാച്ചുറൽ നമ്പറും ഒരു ഫ്രാക്ഷനുമായിട്ട് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ക്വസ്റ്റ്യൻസാണ്. 3/1/2 കണ്ടോ നിങ്ങൾ? ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, 3/1/2. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഈ 3 കൊണ്ട് നമ്മൾ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമോ, അതോ ഈ 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമോ? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പറും ഇത് 1 2 3 പോലുള്ള ഒരു നമ്പറും ഒരു ഫ്രാക്ഷനുമാണ് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഈ നമ്പർ കൊണ്ട് ഇവിടെയുള്ള മുകളിലുള്ള നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മുകളിലുള്ള നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും, താഴെയുള്ള നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയും. അപ്പോൾ 3ഉം 2ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, 3ഉം 1ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 1, താഴെ 2 എഴുതുക. 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് 3/2 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 4 × 1/6. നമ്മളിവിടെ കണ്ടായിരുന്ന 4/1/6 എഴുതിയായിരുന്നു. 4/1/6 എന്ന് പറയുന്നത് 4 + 1/6 ആണ്. അത് മറന്നു പോകരുതും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 × 1/6 ആണ്. ഇവിടെയും നമ്മൾ ഈ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഓക്കെ, 1 കൊണ്ടാണ്, ന്യൂമറേറ്റർ കൊണ്ടാണ്, മുകളിലത്തെ നമ്പർ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 4 × 1 എന്ന് എഴുതും, താഴത്ത് നമ്മൾ 6 എഴുതും. ഓക്കെ, 4 × 1 എന്ന് പറയുന്നത് 4 ആണ്. 6 എഴുതി. ഇതാണ് നമ്മുടെ ആൻസർ. ഇതിന് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം, നമുക്ക് പിന്നീട് അത് പറയാം. ഇനി ഇവിടെ നോക്കുക, 5 × 3/4 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു 5 3/4 ഉണ്ട്. അതിൻ്റെ അർത്ഥം 5 + 3/4 ആണ്.
പക്ഷെ എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന 5 × 3/4 ആണ്. ഇപ്പോൾ തമ്മിൽ തെറ്റിപ്പോകരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? യെസ്, നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായി? 5 × 3 / ഈ 4 അല്ലേ എഴുതേണ്ടത്? 4 എഴുതി. 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 3 15 അല്ലേ? 15/4. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? നമ്മളുടെ സ്റ്റാൻഡേർഡ് 7-ലെ 7ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയ ഫ്രാക്ഷൻസിൽ വരുന്ന കണക്കുകളാണ്. അവിടെ തന്നിരിക്കുന്ന വേർഡ് പ്രോബ്ലംസ് ആയിട്ട് ഒരുപാട് സെൻറ്റൻസിലാണ് ക്വസ്റ്റ്യൻസൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കേ.